IPL ലേലംവിളി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി 10:30 വരെ ലേലമുണ്ട്. അതുപോലെ നാളെയുമുണ്ട്. ഇപ്പോഴിതാ ഇന്നത്തെ ലേലത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത് രാജസ്ഥാനാണ്. രാജസ്ഥാൻ അവരുടെ സൂപ്പർ ബൗളർ ആർച്ചറെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. 12,50,00,000-ത്തിനാണ് ആർച്ചറെ രാജസ്ഥാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇനി രാജസ്ഥാനെ പേടിക്കാനില്ല. അവരുടെ ബൗളിങ്ങിന് ശക്തി പകരാൻ ആർച്ചറുണ്ട്. അതുപോലെ വമ്പൻ താരങ്ങളെ മറ്റു ടീമുകളും വാങ്ങിച്ചിരിക്കുകയാണ്. അപ്പോൾ ഓരോ ടീമുകളും വാങ്ങിയ താരങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ജോഷ് ഹേസൽവുഡിനെ RCB വാങ്ങിച്ചിരിക്കുകയാണ്. ഇനി അവർക്ക് ബൗളിങ്ങിൽ പേടിക്കാനില്ല. ഹേസൽവുഡ് ഇപ്പോൾ മികച്ച ഫോമിലാണ്. 12,50,00,000-ത്തിനാണ് ഹേസൽവുഡിനെ RCB വാങ്ങിച്ചിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ പ്രാവശ്യം പ്രസിദ്ധ് കൃഷ്ണ രാജസ്ഥാനിലായിരുന്നു. ഇപ്പോഴിതാ പ്രസിദ്ധ് കൃഷ്ണയെ ഗുജറാത്ത് ടൈറ്റൻസ് വാങ്ങിച്ചിരിക്കുകയാണ്. 9,50,00,000-ത്തിനാണ് പ്രസിദ്ധിനെ ഗുജറാത്ത് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് രാജസ്ഥാന് നഷ്ടം തന്നെയാണ്. എന്നാൽ രാജസ്ഥാൻ മറ്റൊരു സൂപ്പർ താരത്തെ വാങ്ങിച്ചു. അത് ജോഫ്രെ ആർച്ചറാണ്. ആർച്ചർക്ക് വേണ്ടി മുംബൈയും രാജസ്ഥാനുമാണ് നേർക്കുനേർ വന്നത്. അവസാനം മുംബൈക്ക് പിടികൊടുക്കാതെ രാജസ്ഥാൻ ആർച്ചറെ സ്വന്തമാക്കി. ഇതേസമയം രാജസ്ഥാന്റെ സൂപ്പർ താരം ആവേശ് ഖാനെ ലക്നൗ വാങ്ങിച്ചിരിക്കുകയാണ്. 9,75,00,000-ത്തിനാണ് ആവേശ് ഖാനെ LSG വാങ്ങിയത്. ആവേശ് ഖാനെ കൈവിട്ടത് രാജസ്ഥാന് തിരിച്ചടിയാണ്. അതുപോലെ ആനിച്ച് നോർജയെ KKR വാങ്ങി. 6,50,00,000. ജലീൽ അഹമ്മദിനെ CSK ടീമാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഈ ലേലത്തിൽ CSK ഒരുപാട് വമ്പൻ താരങ്ങളെ വാങ്ങിച്ചിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം CSK ആയിരിക്കും ഞെട്ടിക്കാൻ പോകുന്നത്. അത്രയും മികച്ച താരങ്ങൾ അവർക്കുണ്ട്. അതുപോലെ രാജസ്ഥാൻ ടീമിലും നല്ല കളിക്കാരെ ഒരുപാടുണ്ട്. RCBയും താരങ്ങളെ വാരിക്കൂട്ടി. എന്നാൽ മുംബൈ ഇന്ത്യൻസ് അധിക താരങ്ങളെ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. 1-2 താരങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതാണ് ഇപ്പോൾ മുംബൈക്ക് പണിയായിരിക്കുന്നത്. എന്തായാലും ലേലംവിളി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.